നന്ദൻകോട് കൂട്ടക്കൊലപാതകം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ കേസിൽ വിധി ഇന്ന് വരാനിരിക്കുകയാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കേഡൽ ജെൻസൺ രാജയാണ് അച്ഛനെയും അമ്മയും ഒക്കെ അടക്കം കൊന്ന കേസിൽ ഏക പ്രതിയുള്ളത്. ശിക്ഷാവിധി ഇന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ തുടരും. ഒപ്പം തന്നെ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന് ഈ മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് ഡ്രഡ്ജർ എത്തുന്നതുകൂടെ പരിഹാരമാകും എന്ന് കരുതിയിരുന്നെങ്കിലും ഇന്നിപ്പോൾ അതും മണൽ നീക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഡ്രഡ്ജറിന്റെ പണി തുടങ്ങിയേക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്? അപ്പോൾ തന്നെ ആശമാരുടെ രാപ്പകൽ സമരയാത്ര 4ാം ദിനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരൊരു സമരത്തിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ജിൽസി. ആഷിഖ്, ഇന്നിപ്പോൾ നിരവധി വാർത്തകൾ തിരുവനന്തപുരത്തേതായിട്ടുണ്ട്. പക്ഷേ മുതലപ്പുഴയിൽ ഇപ്പോൾ എന്താണ് ആഷിഖ് നടക്കുന്നത്? അവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി മാറാതിരിക്കുന്നത്? എന്തുകൊണ്ട് മണൽ നീക്കം തടസ്സപ്പെടുന്നത്? ജിസി, ആ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം സജീവമാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും താൽക്കാലികമായി രണ്ടാമത് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് എത്തിച്ച ഡ്രഡ്ജർ പ്രതിസന്ധിയിൽ അത് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായത് കംപ്ലൈന്റ് ആയതാണ് ഈ മുതലപ്പുഴയിലെ മണൽ നീക്കം നിലവിൽ തടസ്സപ്പെടുത്തിയത്. നമുക്കറിയാം, അതിന്റെ പൊഴിയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നിരന്തരം മണൽ വന്ന് അടിയുന്ന ഒരു സാഹചര്യമാണ് പൊഴിയിലുള്ളത്. അതുകൊണ്ട് സ്ഥിരമായി തന്നെ ഈ ശക്തമായ ഒരു ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണൽ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മണൽ അടിഞ്ഞു കൂടുകയും മത്സ്യബന്ധനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് മുതലപ്പുഴയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള 2 ഡ്രഡ്ജറുകളിൽ ഒന്ന് കംപ്ലൈന്റ് ആയത് വലിയ പ്രതിസന്ധി ഈ മണൽ നീക്കം നടത്തുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് ഉടനെ തന്നെ പരിഹരിക്കുമെന്നാണ് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് അടക്കം പറയുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 2 ദിവസമായി ഈ ഡ്രഡ്ജർ കംപ്ലൈന്റ് ആയതുകൊണ്ട് സജീവമായി മണൽ നീക്കങ്ങൾ സാധ്യമായിട്ടില്ല.